ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മധ്യപ്രദേശിലൂടെയാണ്. മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമായ ഭോപ്പാലിലൂടെയാണ് യാത്ര. നമ്മൾ യാത്ര ചെയ്യുന്നത് ഇലക്ട്രിക് റിക്ഷയിലാണ്. ഇലക്ട്രിക് റിക്ഷയിലാണ് നമുക്ക് ഏകദേശം ചാർജ് കുറവ്. അതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രിക് റിക്ഷ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ MPT ബോട്ട് ക്ലബിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അവിടെ കായലിന് ബോട്ടിങ് നടക്കുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം അവിടെയാണ്. അപ്പോൾ ആ കായൽ കാണാനാണ് നമ്മൾ ബോട്ടിങ്ങൊക്കെ കാണാനും വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിലങ്ങനെ ഹൈവേയിലൂടെയാണ് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. റോഡുകൾ എന്തായാലും നല്ല മികച്ചതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നല്ല റോഡുകൾ തന്നെയാണ്. 4 വരി പാതയാണ്. പാതയിലൂടെയുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. അദ്ദേഹം പറയുന്നത് ഇവിടുന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്നാണ്. ഷോർട്ട് കട്ടിലൂടെ നമുക്ക് വേഗം എത്താമെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് നമുക്കൊന്ന് കണ്ടോക്കാം. ഷോർട്ട് കട്ടിലൂടെയാണ് പോകുന്നത്. ട്രാഫിക് കൂടുതലാണ്, എങ്കിലും കുറച്ച് എളുപ്പമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹോണടിക്ക് ഇവിടെ ഒരു കുറവുമില്ല. എല്ലാ വാഹനങ്ങളും ബ്ലോക്ക് ആണെങ്കിലും ഹോണടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബോട്ട് ക്ലബിലെത്താൻ പോവുകയാണ്. അവിടെ കുറച്ച് ബോട്ടിങ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ബോട്ടിലാണെങ്കിൽ കയറാം, കാരോട് യാത്ര ചെയ്യാം. അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാം. ഈവനിങ്ങിലാണ് അവിടെ കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്നതെന്ന് പറയുന്നത്. നമ്മൾ പോകുന്നത് ഏകദേശം 12:30 സമയത്താണ്, ഉച്ചയ്ക്കാണ്. അപ്പോൾ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ സമയത്ത് ഇവിടെ എത്തിയതുകൊണ്ട് നമ്മൾ ഈ സമയത്താണ് പോകുന്നത്. ജസ്റ്റ് അവിടെ ഒന്ന് വാച്ച് ചെയ്തിട്ട് പോകാം. നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് MPT ബോട്ടുകൾ. കാണാൻ കാഴ്ചകളിലേക്ക് ധാരാളം ബോട്ടുകൾ ബോട്ടിങ്ങിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ആളുകളൊക്കെ ബോട്ടിങ്ങിന് വേണ്ടി വിളിക്കുന്നതൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും കയറുന്നില്ല. സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ച. ഓക്കെ, ബൈ.